ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ സൈൻ റേസ് ടു സിക്സ് തീറ്റ. ആക്ച്വലി ഇത് സൈൻ റേസ് ടു സിക്സ് തീറ്റ പ്ലസ് കോസ് റേസ് ടു സിക്സ് തീറ്റ 1/3 ആണ് എങ്കിൽ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സൈൻ റേസ് ടു സിക്സ് തീറ്റ നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന ഇക്വേഷൻ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണെന്ന് അറിയാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണെന്ന് അറിയാം. അപ്പോൾ ഞാനാണെങ്കിൽ ഇതിനെ ക്യൂബ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കറിയാം എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്ത് വരും? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab എ പ്ലസ് ബി ആണെന്ന് നമുക്കറിയാം. അപ്പം അതേ ഫോർമാറ്റിൽ ഞാൻ ഇതിനെ ക്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇത് എന്തിനാ ക്യൂബ് ചെയ്യണേ? കാരണം എനിക്ക് ഇതിൻ്റെ വാല്യൂ 1 ആണെന്നറിയാം. നമുക്ക് വേണ്ട എന്താ? സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, അപ്പം ഞാനിവിടെ ക്യൂബ് ഓരോന്നും എടുക്കുക. എ ക്യൂബ് എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റേൻ്റെ ക്യൂബ്, സൈൻ റേസ് ടു സിക്സ് തീറ്റ. അതുപോലെ തന്നെ കോസ് റേസ് ടു സിക്സ് തീറ്റ പ്ലസ് 3 ഇൻറ്റു എ ബി, എയും ബിയും, എയിൻ്റെയും ബീൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഏതൊക്കെയാണ്? സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ, ഇത് രണ്ടുമാണ് കിടക്കുന്നത്. ഇനി എ പ്ലസ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈ റൈറ്റം തന്നെ അല്ലേ? ഈ റൈറ്റം തന്നെ. അപ്പോൾ എന്ത് വരും? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. അതിൻ്റെ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ എത്ര തന്നെ വരും? 1 എന്ന് തന്നെ വരും. പിന്നെ ഇതിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് 1/3 എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്. 1/3 എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്. പ്ലസ് 3 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ, അപ്പുറത്ത് എത്ര വരും? 1 വരും, ഇൻറ്റു 1. ഓക്കെ, ദെൻ ഇതിനെ പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ 2/3 എന്ന് പറഞ്ഞു കിട്ടും. 2/3 1 മൈനസ് 1/3 2/3 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, 2/3 എന്ന് പറയുമ്പോൾ 3 സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എത്ര വരും? സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എത്ര വരും? സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ 2/9 എന്ന് പറഞ്ഞു കിട്ടും. 2/9 നമുക്ക് എന്താ വേണ്ടത്? സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ, അതായത് അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ √2 ÷ 3 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരേണ്ടത്. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ആണ്.